Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആർമിനാണെങ്കിൽ ഈ പേരിന്റെ മനസ്സിലുള്ള ഒരു കാര്യം ഗസ് ചെയ്യാണ്. ഒരുപക്ഷെ ടംബ്ലിംഗ് പവർ അത് അവേക്കൻ ചെയ്യാനായിരിക്കും അവരുമായിട്ട് ഇപ്രകാരം ഒരു ഡീലിന് എറിൻ തയ്യാറായത്. അങ്ങനെ റംബ്ലിംഗ് പവർ കാണിക്കുകയാണെങ്കിൽ ലോകത്തിന് മുൻപിൽ ഒരുപാട് വർഷക്കാലം നമുക്കിങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും. ആരും നമ്മൾ തകർക്കില്ല. ആഷയുടെ പാരന്റ്സ് ആണെങ്കിൽ അവരോട് ചോദിക്കും, എനിക്ക് പോകാൻ പറ്റുമോ? അതിനവർ പറയും, ഒരല്പസമയം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ ജീനാണെങ്കിൽ ദേഷ്യപ്പെടും. പണ്ട് തൊട്ടേ എറിൻ അങ്ങനെ തന്നെയാണ്. എപ്പോഴൊക്കെ എറിനെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടോ, കൂടെ നിന്നിട്ടുണ്ടോ, അപ്പോഴൊക്കെ അവൻ നമ്മളെ വലിയ കുഴികളിൽ തന്നെയാണ് കൊണ്ടുചെന്ന് ചാടിച്ചിട്ടുള്ളത്. തീർത്തു പറയാം, ഇങ്ങനൊരു അവസ്ഥയിൽ എറിൻ മരിച്ചു പോകുന്നത് എനിക്ക് സഹിക്കില്ല. സോ നമുക്ക് അവനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയും. അങ്ങനെ എല്ലാവരും ചേർന്ന് ഇപ്പൊ മുകളിലേക്ക് പോവാണ്. ഇവിടെ ഇക്കാസയാണെങ്കിൽ അർമിനോട് ചോദിക്കും, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് അവൻ നമ്മളോട് ഇപ്രകാരം പ്രവർത്തിക്കുന്നത്? അവൻ നമ്മളെ അവനിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്തിനാണ്? ഉടനെ അർമിനാണെങ്കിൽ അവളോടൊരു കാര്യം പറയും. ഒരുപാട് ദിവസങ്ങൾക്കും വർഷങ്ങൾക്കും മുൻപ് കടലിനപ്പുറത്തുള്ള ആ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ച് എറിനാണെങ്കിൽ അവരോട് പറയും, ഓപ്പോസിറ്റുള്ള ആളുകളെ, ആ മാർലിയൻസിനെ, അവരെ മുഴുവൻ കൊല്ലുകയാണെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് കഴിയും. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാൽ നിങ്ങൾ രണ്ട് സുഹൃത്തുക്കളെ നിങ്ങളെ മാത്രം വിട്ടുപിരിയാൻ എനിക്ക് കഴിയില്ല. കട്ട് ചെയ്ത പ്രസന്റിൽ ഈ പാർമനാണെങ്കിൽ ആ കാര്യം അവളെ ഓർമ്മിപ്പിച്ച് അവളോട് പറയും, നിനക്ക് തലവേദന വരുന്ന കാര്യം നിനക്കും എനിക്കും എറിനും ഒക്കെ അറിയാം. ഒരുപക്ഷെ നമ്മളെ കൂടുതൽ വിശ്വസിപ്പിക്കാനും അപകടങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്താനുമായിരിക്കും അവൻ അപ്രകാരം എല്ലാം തന്നെ ചെയ്തത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒടുവിൽ നമുക്കത് അവനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാമെന്ന് ആർമിനാണെങ്കിൽ അവളോട് പറയും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ എറിനാണെങ്കിൽ ഒരുപാട് പരുക്ക് പറ്റിയിരിക്കുകയാണ്. റെയ്നർ ആണെങ്കിൽ എറിനോട് പറയും, ഇനി നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, നീ ഓൾമോസ്റ്റ് തോൽവിയുടെ വക്കിലെത്തിക്കഴിഞ്ഞു. പക്ഷെ എറിനാണെങ്കിൽ ആ ഒരു തോൽവി അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാതെ വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ച് പിയറുകൾ ഇപ്പോ റെയ്നറിന്റെ ദേഹത്തേക്ക് കുത്തി കയറ്റിക്കൊണ്ടേയിരിക്കും. പക്ഷെ റെയ്നർ ആണെങ്കിൽ അപ്പോഴും കോൺഫിഡൻസ് വിട്ടുകൊടുക്കാതെ എറിനോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ ജോ ടൈറ്റനാണെങ്കിൽ ചാട്ടി വന്ന് മുഖത്താഞ്ഞടിച്ച ആ കല്യാടിനെ അങ്ങനെ ദൂരത്തേക്ക് തെറിപ്പിച്ചു കളയും. ഗ്യാപ്പിൽ റെയ്നർ ആണെങ്കിൽ ഇപ്പൊ എറിനെ പിടിച്ചു വലിച്ച് അങ്ങനെ നിലത്ത് കിടത്തി അവനെ കടിച്ച് തിന്നാനായിട്ട് ഒരുങ്ങുകയാണ്. അത് കണ്ട് എറിനാണെങ്കിൽ ഇപ്പൊ റെയ്നറിന്റെ കഴുത്ത് പിടിച്ചു ഉയർത്തി മുകളിലേക്ക് പൊക്കും. എറിനാണെങ്കിൽ അവനെ കഴിക്കാനായിട്ട് വന്ന റെയ്നറിന്റെ വാ അതങ്ങനെ വലിച്ചു പറക്കുകയാണ്. അടുത്ത നിമിഷം ശബ്ദം കേട്ട എല്ലാവരും ചെവി പൊത്തും. ആ സമയം ഒരു കല്ല് വന്ന് റെയ്നറിനെ ആഞ്ഞടിക്കും. ആ ഒരു ഷോക്കായി അതാരാണ് ചെയ്തതെന്ന് നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ബീസ്റ്റ് ടൈറ്റൻ. ഐ എം സോറി എറിൻ, ഞാനൊരല്പം ലേറ്റ് ആയി പോയി. സിഗാഷനിൽ വെച്ചാണ് മീറ്റ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ ആ പ്ലാൻ ഒക്കെ തന്നെ ഇപ്പൊ തെറ്റിപ്പോയിരിക്കാന്ന് പറയും. എല്ലാവരും വണ്ടറടിച്ച് ബീസ്റ്റ് ടൈറ്റനെ തന്നെ നോക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ നിന്റെ ബ്രദർ നോക്കിക്കോളാന്ന് പറഞ്ഞു വലിയ വലിയ കല്ലെടുത്ത് ഇപ്പൊ വില്ലന്മാരെ എറിയാനായിട്ട് തുടങ്ങും. മാത്രമല്ല മുകളിലുണ്ടായിരുന്ന എയർഷിപ്പും കല്ലെടുത്തെറിഞ്ഞ് തകർത്ത് കളയുകയാണ്. മകത്തിനാണെങ്കിൽ അതുകൊണ്ട് ദേഷ്യം ഇരട്ടിയാവും. അതേസമയം ഫ്ലോക്കിന്റെ ടീമും അവിടേക്ക് വരികയാണ്. ഇവിടെ ബീസ്റ്റ് ടൈറ്റനാണെങ്കിൽ നിർത്താതെ മാർലിയൻസിനെ കല്ലെടുത്തെറിഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ ഒരുപാട് പേര് മരണപ്പെട്ട് താഴേക്ക് വീഴും. എറിനാണെങ്കിൽ ഇപ്പൊ പതിയെ എഴുന്നേറ്റ് അവന്റെ ബ്രദറിന്റെ അടുത്തേക്ക് പോകുന്നത് ഗ്യാപ്പി കാണും. എത്രയും വേഗം അവരെ തടയണം, അതല്ല എങ്കിൽ ആ ഒരു പവർ അവർ റിലീസ് ചെയ്യും. അത് കേട്ട് അകത്താണെങ്കിൽ അവളോട് പറയും, ടൈറ്റൻസിന്റെ അടുത്ത് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, അത് ടൈറ്റൻസ് തന്നെ ഹാൻഡിൽ ചെയ്യും. ഇപ്പൊ ഞാൻ ഫാൽക്കോയെ കണ്ടുപിടിക്കാൻ പോവാണ്, നീ ആ ഒരു എയർഷിപ്പിൽ പോയി വെയിറ്റ് ചെയ്യാനായിട്ട് പറയും. ഉടനെ ഗ്യാബി ആണെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം വരുന്നു, എനിക്കും അവനെ സേവ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ ഫാൽക്കോ ആണെങ്കിൽ ഒരുപാട് വിഷമത്തിലിരിക്കുകയാണ്. നെയിലും ടീമും സെല്ലിൽ അറഞ്ചം പുറഞ്ചോ അടിച്ച് അവരെ തുറന്നു വിടാനായിട്ട് പറയും. ഫാൽക്കോ ആണെങ്കിൽ അവരെ സമാധാനിപ്പിക്കും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും ഇവിടേക്ക് വന്നിരിക്കുന്നത് മാർലിയൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, അവർ ഉറപ്പായത് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയും. അതേസമയം ജീനിയൻ ടീമിനാണെങ്കിൽ ഫ്രഷേഴ്സിൽ ഒരാള് ഗൺ ചൂണ്ടി പേടിപ്പിക്കുകയാണ്. നിങ്ങൾ എറിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ കടത്തിവിടുമെന്ന് അവൻ പറയും. അത് കേട്ട് ജീനാണെങ്കിൽ അവനെ തൂക്കിയെടുക്കും. മര്യാദയ്ക്ക് ബാക്കിയുള്ളവരെ സെല്ലിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് അവർ അവനോട് പറയും. അത് കേട്ട് അവനാണെങ്കിൽ ഭയപ്പെട്ട് അപ്രകാരം ചെയ്യാനായിട്ട് തുടങ്ങും. കോണി ടീമും ആണെങ്കിൽ ആദ്യമായിട്ട് ഇപ്പോ അവരുടെ ട്രെയിനർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന് അദ്ദേഹത്തെ റിലീസ് ചെയ്യും. പിന്നീട് മൊട്ട കമാൻഡർ പിക്സസിന്റെ അടുത്തേക്ക് വരും. മൊട്ട കമാൻഡർ ആണെങ്കിൽ അവരോട് പറയും, ഇപ്പൊ പ്രശ്നം കൂടുതൽ വഷളായിരിക്കുകയാണ്, ഞാനടക്കം ഒരുപാട് പേര് ആ ഒരു ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും ഞങ്ങൾ ടൈറ്റനായി മാറിയേക്കാം. ഇവിടെ ഇതിന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ ബ്ലാക്ക് ടവൽ കെട്ടിയവർക്കൊഴികെ ബാക്കി എല്ലാവർക്കും വലിയ വലിയ വെപ്പൻസ് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത മിക്കാസയെ കാണിക്കും നമ്മുടെ ഹീറോ കൊടുത്ത ആ ഒരു സ്കാർഫ് അത് അവൾ മടക്കി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷമായിരിക്കും ഇപ്പോ ഫൈറ്റ് ചെയ്യാനായിട്ട് പോവുക. ഇവിടെ എലന ആണെങ്കിൽ ദൂരത്തായിട്ട് എയർഷിപ്പ് അങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കണ്ട് ഹാപ്പി ആയിട്ട് ഹായ് ആയിട്ട് കൈയൊക്കെ നിവർത്തി അങ്ങനെ ചില്ല് ചെയ്ത് നിൽക്കും. ഈ ഒരു പ്ലാനാണ് ഹിസ്റ്ററിയെ മാറ്റാൻ പോകുന്നതെന്ന് അവളാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും. അതേസമയം എറിനാണെങ്കിൽ ഇപ്പോ അവന്റെ ബ്രദറിന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. ട്രെയിനർ ആണെങ്കിൽ ദൂരത്ത് നിന്ന് ആ കാഴ്ച കണ്ട് ഷോക്ക് ആവുകയാണ്. അവർ രണ്ടുപേരും കമ്പൈൻ ആയി കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്, എങ്ങനെയെങ്കിലും അത് തടയണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഒരുപാട് പരുക്കുകൾ പറ്റിയ ബോഡിയുമായിട്ട് പതിയെ എഴുന്നേറ്റ് തടയാനായിട്ട് അവന്റെ അടുത്തേക്ക് പോവാണ്. അത് കണ്ട ബീസ്റ്റ് ടൈറ്റനാണെങ്കിൽ അവന്റെ നേർക്ക് ഒരുപാട് കല്ലൊക്കെ
വാരി വലിച്ചെറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ കോണിയാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഷോക്കാവും. അടക്കുന്ന സിറ്റുവേഷനൊക്കെ കണ്ട ഇപ്പൊ നമ്മൾ റെയ്നറിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നു പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പോ ബീസ്റ്റ് ടൈറ്റനെ തന്നെ നോക്കും. ആക്ച്വലി ബീസ്റ്റ് ടൈറ്റൻ ഉണ്ടായിരുന്നത് ലീവായുടെ കൂടെയല്ലേ. സോ അവൻ ഇവിടേക്ക് എത്തണമെങ്കിൽ ലീവായെ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഹാൻജിക്കും ലീവായ്ക്കും അവർക്ക് രണ്ടുപേർക്കും ായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സത്യം പറയലന, നീ അറിയാതെ ഒന്നും സംഭവിക്കില്ല. അവർക്ക് എന്താണ് സംഭവിച്ചത്? ഈ ബീസ്റ്റ് ടൈറ്റൻ എങ്ങനെ ഇവിടേക്ക് എത്തി? രാവളാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും തീർച്ചയായിട്ടും അവരെ ഇവൻ തോൽപ്പിച്ചിട്ടുണ്ടാവും. ബീസ്റ്റ് ഓൾറെഡി എറിന് വാക്ക് കൊടുത്തതാണ് അവനുമായിട്ട് മീറ്റ് ചെയ്യുമെന്ന്. ആർമിനാണെങ്കിൽ ഇപ്പൊ എല്ലാവരോടും പറയും ലോകത്തിന് മുൻപിൽ സേവ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ എറിനെ അവനെ സഹായിച്ചേ പറ്റൂ. എത്രയും വേഗം അവനെ സഹായിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്നൊക്കെയാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതം. ഇത്ര പെട്ടെന്ന് ഇവർ നമ്മളെ വിശ്വസിച്ചോ ചിന്തിച്ച് അവരാണെങ്കിൽ സീക്കിനെയും അതുപോലെ തന്നെ എറിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറയും. മറ്റൊരു ഭാഗത്ത് മാർക്കും അതുപോലെ ഗ്യാബിയും അവർ രണ്ടുപേരും ഫാൽക്കോയെ രക്ഷിക്കാനായിട്ട് താഴേക്ക് നടന്നു വരികയാണ്. അവളുടെ കയ്യിലാണെങ്കിൽ ഒരു മെറ്റൽ പൈപ്പ് ഇപ്പോൾ അവൾ കാണും. അവളാണെങ്കിൽ എന്താണെന്ന് ചോദിക്കും. അതിനവൻ പറയും ഇതൊരു ആന്റി ടൈറ്റൻ വെപ്പനാണ്. ഇതുപയോഗിച്ച് ടൈറ്റൻസിനെ ചെറുത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കും. ആ സമയം നൈക്കിന്റെ ടീമാണെങ്കിൽ അതുവഴി നടന്നു വരികയാണ്. ഫാൽക്കോയും ആ ടീമിൽ തന്നെയാണ് ഉള്ളത്. ഫാൽക്കോ ആണെങ്കിൽ ഇപ്പോ ഗ്യാബിയെ കണ്ട് ഷോക്കാവും. നെയിലാണെങ്കിൽ കാര്യം എന്താണെന്ന് ചോദിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഗ്യാബിയെയും കൂടെയുള്ള ആളെയും അവൻ കാണും. ബോൾട്ടാണെങ്കിൽ ഗ്യാബിയെ പിടിച്ച് പുറത്തേക്ക് വലിക്കും. നീ ചെയ്ത മണ്ടത്തരം കാരണം അവർ നമ്മളെ കണ്ടുവെന്നാണ് തോന്നുന്നു പറയും. ഇവിടെ നെയിലാണെങ്കിൽ ബാക്കിയുള്ളവരോട് അവിടുന്ന് കടന്നു പോകാൻ പറഞ്ഞ് ഫാൽക്കോയുമായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ നോക്കി അങ്ങനെ നടന്നു വരികയാണ്. ഫാൽക്കോ ആണെങ്കിൽ ആ വന്നത് അത് അവന്റെ ബ്രദറാണെന്ന് പറയും. മാത്രമല്ല ഗ്യാബി അവന്റെ ഫ്രണ്ടും. ഉടനെ അവർ രണ്ടുപേരും ഇപ്പൊ മാർക്കിന്റെയും ഗ്യാബിയുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. മാർക്കാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ തയ്യാറാവും. പക്ഷെ ഗ്യാബി ആണെങ്കിൽ തടയും. നെയിലാണെങ്കിൽ അവരോട് പറയും ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമല്ല, നിങ്ങൾ 3 പേരും എത്രയും വേഗം തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഫാൽക്കോയെ അവരോടൊപ്പം അയക്കുകയാണ്. അത് കണ്ട് അവർ 3 പേരും ഞെട്ടും. കുട്ടനാണെങ്കിൽ ഭയങ്കര സന്തോഷം അവന്റെ ബ്രദറിനെ തിരികെ കിട്ടിയതിൽ. അതുപോലെ തന്നെ അത്ഭുതവും. ഇവിടെ നിക്കലോ ആണെങ്കിൽ ഇപ്പോ സാഷയുടെ പാരന്റ്സിനെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ഒരു സേഫ് സോണിലേക്ക് കൊണ്ടുവരും. സാഷയുടെ പാരന്റ്സ് ആണെങ്കിൽ ഗ്യാബിയെ കുറിച്ച് ഫാൽക്കോയെ കുറിച്ച് സംസാരിക്കും. അവർ രണ്ടുപേരും സേഫ് ആയിട്ട് ഇരുന്നാൽ മതിയായിരുന്നു. ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇപ്പൊ അവരുണ്ട്. അവരാണെങ്കിൽ അത് കേട്ട് ഞെട്ടും. ആണെങ്കിൽ ഗ്യാബിയോട് ഫാൽക്കോയോട് വരാനായിട്ട് പറയും. ഉടനെ ഗ്യാബി ആണെങ്കിൽ അവനോട് പറയും സത്യത്തിൽ ഇവിടെയുള്ളവരാരും ഡെവിൾസ് അല്ല. ഇപ്പോഴാണ് ഞാൻ അവരെ മനസ്സിലാക്കുന്നത്. നമ്മളെപ്പോലെ സാധാരണ ജനങ്ങളാണ്. അന്നത്തെ ഫീലിംഗ് എന്താണെന്ന് എനിക്കിപ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ഇപ്പൊ ഗ്യാബി പറയും. ആണെങ്കിൽ ഫാൽക്കോയോട് സോറി പറയും. ഞാൻ കാരണമാണ് നീയും ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നു കിടക്കുന്നത്. അതിനവൻ പറയും സത്യത്തിൽ ഇതിനെല്ലാം കാരണക്കാരൻ ഞാൻ കൂടെയാണ്. ലിബറയോയില് എറിൻ എന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് എന്നെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിരുന്നു. താൻ ചെയ്ത മണ്ടത്തരം കാരണമാണ് ഒഡോയും നമ്മുടെ ഫ്രണ്ട്സും എനിക്ക് നഷ്ടപ്പെട്ടത്. ഗ്യാബി നിന്നെ എനിക്ക് വിട്ടുകൊടുക്കാനായിട്ട് കഴിയില്ല. എന്ത് വില കൊടുത്ത് ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. അവനാണെങ്കിൽ അവളോട് പറയും ഞാൻ ആ ആർമർ ടൈറ്റനായി മാറാം. അതിനുശേഷം നമുക്ക് ഹാപ്പി ആയിട്ട് മാരേജ് ചെയ്യാതെ പറയും. ഗ്യാബിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവളാണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ കറുത്ത ടവല് അത് അഴിച്ചു മാറ്റി നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാമെന്ന് അവൾ പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ മാർലിയൻസിന്റെ അറ്റാക്ക് കാരണം കോണിക്കും മിക്കാസിക്കും ടീമിനും ഒന്നും തന്നെ ഇപ്പൊ എറിന്റെ അടുത്തേക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. ജോ ടൈറ്റനാണെങ്കിൽ എറിന് ലക്ഷ്യം വെക്കുന്ന കണ്ട ബീസ്റ്റ് ടൈറ്റൻ ആളാണെങ്കിൽ ജോ ടൈറ്റനെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് പോകും. ടൈറ്റനാണെങ്കിൽ സൈഡിലേക്ക് നോക്കും. കാർട്ട് ടൈറ്റനെ കാണും. അതിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്. ഓ എന്റെ അറ്റാക്കിൽ നിന്റെ അവസ്ഥ ഇപ്രകാരമായോ? സമയം അകത്താണെങ്കിൽ ഇപ്പൊ ബീസ്റ്റ് ടൈറ്റനെ അങ്ങനെ ലക്ഷ്യമാക്കി ഷൂട്ട് ചെയ്യാണ്. അത് കറക്റ്റ് ആയിട്ട് ബീസ്റ്റ് ടൈറ്റന്റെ ബോഡിയിൽ അങ്ങനെ തുളച്ചു കയറും. ഒരു അറ്റാക്ക് കണ്ട് എല്ലാവരും ഇപ്പൊ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. ബീസ്റ്റ് ടൈറ്റൻ ആണെങ്കിൽ താഴേക്ക് വീഴും. ഉടനെ റെയ്നറിനെ നോക്കി എല്ലാവരും പറയും ഒരു കാരണവശാലും എറിൻ ബീസ്റ്റ് ടൈറ്റന്റെ അടുത്തേക്ക് എത്താനായിട്ട് പാടില്ല. എന്ത് വില കൊടുത്തും അത് തടയണം. മകത്തിനാണെങ്കിൽ എങ്ങനെയെങ്കിലും സീക്കനെ കൊല്ലണം. മറ്റൊരു ഭാഗത്ത് ഗ്യാബി ഫാൽക്കോയുടെ ബ്രദർ അവർ 3 പേര് സീക്കനെ നോക്കി ഓടി വരും. കാരണം മറ്റൊന്നുമല്ല, ബീസ്റ്റ് ടൈറ്റൻ അത് ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത നിമിഷം അവരെല്ലാവരും ടൈറ്റൻസായി മാറും. അത് തടയാനാണ് അവരിപ്പോ അവന്റെ അടുത്തേക്ക് ഓടുന്നത്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.